എല്ലാവർക്കും നമസ്കാരം. പൃഥ്വി വ്ളോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ഒരു ചട്ടിപ്പത്തിരിയാണ് ഉണ്ടാക്കുന്നത്. ഈ കോഴിക്കോട് ഭാഗത്തുള്ള ആൾക്കാരൊക്കെ ഇടയ്ക്ക് ഉണ്ടാക്കുന്ന ഒരു വിഭവമാണ്. നമ്മുടെ ഇവിടെയൊക്കെ അധികം അങ്ങനെ ഉണ്ടാക്കാറില്ല. എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു തന്ന റെസിപ്പിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് എളുപ്പത്തിൽ നല്ല സ്വാദിഷ്ടമായിട്ട് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളത് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അത് സ്കിപ്പ് ചെയ്യാതെ നിങ്ങളൊന്ന് കണ്ടോളൂ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയൂ. അതുപോലെ തന്നെ നിങ്ങളുടെ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ തന്നേക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വരും. 4 മുട്ട എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് കാഷ്യൂനട്ട് റൈസിൻസ് ഇതും എടുത്തു വെച്ചിട്ടുണ്ട്. ഇവിടെ പഞ്ചസാര ഞാനൊന്ന് മിക്സിയിലിട്ടൊന്ന് പൊടിച്ച് ചെറിയ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുക്കുകയാണ്. ഒരു ബൗളിലേക്ക് 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിൽ അല്പം ഉപ്പ് ചേർത്ത് കൊടുത്തു. സ്പൂൺ വെച്ച് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തു, ഒന്ന് നല്ലപോലെ മിക്സ് ആവാൻ വേണ്ടിയിട്ട്. ഇനി ചെറു ചൂടുവെള്ളം കുറേശ്ശെ ഒഴിച്ച് നല്ലതുപോലെ സ്പൂൺ കൊണ്ട് ആദ്യം ഒന്ന് ഇളക്കുക. പിന്നീട് നമുക്ക് കൈകൊണ്ട് കുഴച്ചെടുക്കാം. വെള്ളം നമുക്ക് മൈദയുടെയൊക്കെ സ്വഭാവം അനുസരിച്ച് കുറച്ച് എത്രത്തോളം വേണ്ടി വരും എന്ന് വെച്ചാൽ കുറേശ്ശെ ഒഴിച്ച് കുഴച്ചാൽ മതി. വെള്ളം കൂടിപ്പോകരുത്. ചപ്പാത്തി പൂരിയൊക്കെ ഉണ്ടാക്കുന്ന ആ പരുവത്തിൽ നമുക്ക് കുഴച്ചെടുക്കണം. അതുപോലെ തന്നെ ഒരല്പം ഓയിൽ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കണ്ടോ, കുറച്ച് ഒരു 1-2 സ്പൂൺ ഓയിൽ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കൈവച്ച് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുത്തു. അതവിടെ അടച്ച് മാറ്റി വെച്ചു. 4 മുട്ട എടുത്തിട്ടുണ്ടായിരുന്നല്ലോ, അതൊരു ബൗളിലേക്ക് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കണം. ഞാനിവിടെ 4 മുട്ടയും കൂടെ ഒരുമിച്ചാണ് മിക്സ് ചെയ്തെടുക്കാൻ പോകുന്നത്. എന്നിട്ട് അതിൽ നിന്ന് പകുതി മാറ്റി വെച്ചാൽ മതി. അല്ലെങ്കിൽ വേണമെങ്കിൽ സെപ്പറേറ്റ് ആയിട്ടും വേണമെങ്കിൽ ചെയ്യാം. ഞാനിവിടെ ഒരുമിച്ചാണ് ഇത് മിക്സ് ചെയ്ത് ഒരു മിക്സ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യം മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുത്തു. അതിലേക്ക് കുറച്ച് പാലൊഴിച്ചു കൊടുത്തു. എന്നിട്ട് രണ്ടും കൂടി നല്ല പോലെ ഒരു വിസ്ക് വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് ഈ മുട്ടയുടെ മിക്സിലേക്ക് ആവശ്യത്തിന് പൊടിച്ചു വച്ചിരിക്കുന്ന പഞ്ചസാര, മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കണം. കുറച്ച് ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്കാപ്പൊടി പഞ്ചസാരയും കൂടെ ചേർത്ത് പൊടിച്ചതാണ് ഇപ്പോൾ ചേർത്ത് കൊടുത്ത് 1 സ്പൂണോളം ചേർത്തിട്ടുണ്ട്. വീണ്ടും ഒന്ന് ഇളക്കി യോജിപ്പിച്ച് അവിടെ മാറ്റി വയ്ക്കാം. ഇനി ഒരു പാൻ വെച്ച് കൊടുത്തു. നമുക്ക് ഫില്ലിങ് വേണമല്ലോ, അതിന് വേണ്ടിയിട്ട് ആദ്യം ഇതിലേക്ക് കുറച്ച് നെയ്യ് ഇട്ട് കൊടുത്തു. നെയ്യൊന്ന് ഉരുകി കഴിയുമ്പോൾ അതിലേക്ക് കാഷ്യൂനട്ടും എടുത്തു വെച്ചിരിക്കുന്ന കാഷ്യൂനട്ടും റൈസിൻസും ഉണക്കമുന്തിരിയും ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ കുറച്ച് കാഷ്യൂനട്ടേ എടുത്തിട്ടുള്ളൂ. എല്ലാം കുറച്ച് ക്വാണ്ടിറ്റി വീതമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതൊന്ന് റോസ്റ്റായിട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് റൈസിൻസ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് രണ്ടും കൂടി ഒന്ന് ഇളക്കി ഒന്ന് റോസ്റ്റാക്കി എടുത്തിട്ട് വേറൊരു പാത്രത്തിലേക്ക് പകർത്തി വയ്ക്കാം. ഇനി ഈ പാനിലേക്ക് തന്നെ ഒരു 1/4 കപ്പ് റവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതും ഒന്ന് റോസ്റ്റ് ചെയ്ത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇപ്പോൾ എടുത്ത് വെച്ചതെല്ലാം ഫില്ലിങ്ങിന് വേണ്ടിയിട്ടാണ്. ഇനിയും ഈ പാനിലേക്ക് തന്നെ നമുക്ക് കുറച്ചുകൂടി നെയ്യ് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് നമ്മളിവിടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, മുട്ട, പാലൊക്കെ പഞ്ചസാരയൊക്കെ ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അതിൻ്റെ പകുതിയോളം നമുക്ക് ഈ പാനിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഒന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കണം. നമ്മൾ സാധാരണ മുട്ട സ്ക്രാമ്പിൾ ചെയ്തെടുക്കില്ലേ, എന്ന പോലെ ചൂടായി കഴിഞ്ഞപ്പോൾ ഇതിലേക്ക് ഞാൻ പകുതി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു. അതാണ് ഞാൻ പറഞ്ഞത്, വേണമെങ്കിൽ ഒന്നിച്ച് മിക്സ് ചെയ്ത് വെച്ചിട്ട് ബാക്കി പകുതി നമുക്ക് തിരിയുടെ ഇതിൽ മുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇത് ചൂടായി കഴിഞ്ഞപ്പോൾ പതുക്കെ ഒന്ന് ഇളക്കി കൊടുത്തു. ഇത് കുറച്ച് സമയം എടുക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ മുട്ട സ്ക്രാമ്പിൾ ചെയ്യുമ്പോൾ അതിനകത്ത് പാൽ നമ്മൾ ഒഴിക്കാറില്ലല്ലോ. പക്ഷേ ഇത് നമ്മൾ പാലും കൂടെ ചേർത്തേക്കണോണ്ട് കുറച്ച് സമയവും കൂടി എടുക്കും. ചൂടായി കഴിയുമ്പോൾ ഒന്ന് നല്ലതുപോലെ ഇളക്കി സ്ക്രാമ്പിൾ ചെയ്തെടുക്കണം. തിരിയുടെ ഫില്ലിംഗ് ആയിട്ടാണ് നമ്മൾ മുട്ടയുടെ സ്ക്രാമ്പിൾ ചെയ്തതും അതുപോലെ തന്നെ കാഷ്യൂനട്ട് റൈസിൻസ് റവ റോസ്റ്റ് ചെയ്തതൊക്കെ അതവിടെ ഇരിക്കട്ടെ. റെഡി ആയിട്ടുണ്ട്. മുട്ടയുടെ കൂട്ട് റെഡി ആയിട്ടുണ്ട്. ഇത്രയും മതിയാവും. ഇനി നമുക്ക് ഇതവിടെ മാറ്റി വയ്ക്കാം. മൈദമാവ് കുഴച്ച് നമ്മൾ നേരത്തെ വെച്ചിട്ടുണ്ട്. ഒരു 10 മിനിറ്റൊക്കെ ആയി കാണും. ഇത് ഒരു 6 ഉരുളകളായിട്ട് ഞാൻ എടുക്കുകയാണ്. നമ്മൾ പൂരിക്കൊക്കെ പരത്തുന്ന പോലെ ഉരുളകളാക്കിയിട്ട് ഒരു ചപ്പാത്തി പലകയിലിട്ട് നല്ലതുപോലെ ഒന്ന് തീരെ കനം കുറച്ച് പരത്തിയെടുക്കണം.
ഒന്നുകിൽ ഇങ്ങനെ ഓരോന്നായിട്ട് പരത്തിയെടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ഒരു പൂരിയുടെ വലിപ്പത്തിൽ പരത്തിയിട്ട് എല്ലാം കൂടെ അടുക്കി വെച്ച് വീണ്ടും പരത്തി കട്ട് ചെയ്ത് നമ്മൾ ഏതിലാണോ പത്തിരി സെറ്റാക്കാൻ വയ്ക്കുന്നതെന്ന് വെച്ചാൽ ആ പാത്രത്തിൻ്റെ വലിപ്പത്തിൽ കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ എനിക്ക് എളുപ്പമായിട്ട് തോന്നുന്നത് ഓരോന്നായിട്ട് പരത്തിയെടുക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഓരോന്നായിട്ട് കനം കുറച്ച് പരത്തിയെടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മളിപ്പം ഏത് പാത്രത്തിലാണ് പത്തിരി സെറ്റാക്കാൻ വയ്ക്കുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ മൂടി വെച്ചിട്ട് ഞാനിത് കട്ട് ചെയ്തെടുക്കുകയാണ്. കണ്ടോ, ഇങ്ങനെയാണ് ഞാൻ ചെയ്തെടുക്കുന്നത്. ഞാനിവിടെ ഓരോന്നായിട്ടാണ് പരത്തി കട്ട് ചെയ്ത് ഷേപ്പ് വരുത്തി എടുക്കുന്നത്. ചിലരാണെങ്കിൽ ഇങ്ങനെ പൂരിയുടെ വലിപ്പത്തിൽ പരത്തിയിട്ട് ഓരോന്നിൻ്റെയും മുകളിൽ കുറച്ച് ഓയിൽ തടവി കുറച്ച് മൈദപ്പൊടി ഇട്ടിട്ട് പിന്നെ അടുത്തത് വെച്ച് അങ്ങനെ 4-5 ഒരുമിച്ച് വെച്ചിട്ട് വീണ്ടും പരത്തി അങ്ങനെ സെപ്പറേറ്റ് ചെയ്തെടുക്കും. പക്ഷേ ഇതാണ് കുറച്ചും കൂടെ എളുപ്പമായിട്ട് തോന്നിയത്. അതുകൊണ്ട് ഞാൻ ഓരോന്നും വളരെ നൈസായിട്ട് പരത്തി ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം. ഒരുപാട് കുക്കാക്കി പോകരുത്. അതായത് ഇപ്പോൾ നമ്മൾ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ലതുപോലെ 2 വശവും തിരിച്ചു മറിച്ചുവിട്ട് കുക്ക് ചെയ്തെടുക്കില്ല, അതേപോലെ ആയി പോകരുത്. ചെറുതായിട്ടൊന്ന് ചൂടായി കിട്ടിയാൽ മതി. അങ്ങനെ പരത്തി വെച്ച പത്തിരി മുഴുവൻ നമ്മൾ ചൂടാക്കി എടുത്തു. ഇനി നമ്മൾ ഈ ചട്ടിപ്പത്തിരി ഉണ്ടാക്കാനായിട്ടുള്ള പാത്രം, അത് ഞാനൊരു നോൺ സ്റ്റിക്ക് പാനാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് കുറച്ച് നെയ്യോ ഓയിലോ ഒഴിച്ചിട്ട് ഒന്ന് ബ്രഷ് വെച്ചിട്ട് ഒന്ന് പുരട്ടി കൊടുക്കണം. സൈഡും ഒക്കെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഒരു പത്തിരി അത് ഇതിലെ മുട്ടയുടെ മിക്സിലൊന്നും മുക്കാതെ ഡയറക്റ്റായിട്ട് അങ്ങ് വെച്ച് കൊടുക്കുകയാണ്. അടുത്തത് ഒരെണ്ണവും കൂടി നമ്മൾ ആദ്യം ഒരു പാത്രത്തിൽ ഞാൻ പാലെടുത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് പഞ്ചസാരയൊക്കെ മിക്സ് ചെയ്താണ് പാലെടുത്തിരിക്കുന്നത്. അതിലൊന്ന് നല്ലതുപോലെ മുക്കിയിട്ട് അതിന് ശേഷം നമ്മൾ മുട്ടയുടെ മിക്സ് പകുതി അവിടെ മാറ്റി വെച്ചിട്ടുണ്ടല്ലോ, ആ മിക്സിൽ ഈ പത്തിരി ഒന്ന് മുക്കി 2 വശവും ഒന്ന് ആ മുട്ടയുടെ മിക്സ് ഒന്ന് കോട്ട് ചെയ്ത പോലെ ഒന്ന് മുക്കിയെടുത്തിട്ട് ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. കണ്ടില്ലേ, ഇതേപോലെ ഒന്ന് വെച്ച് കൊടുത്താൽ മതി. ഇനിയും ഇതിൻ്റെ മുകളിൽ നമ്മൾ നേരത്തെ ഫില്ലിംഗ് ആയിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്, മുട്ട സ്ക്രാമ്പിൾ ചെയ്ത് വെച്ചിട്ടില്ലേ, അതും പിന്നെ നമ്മൾ കാഷ്യൂനട്ട് റൈസിൻസ് അതും കുറേശ്ശെ ഇട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ സ്പൂൺ വെച്ച് തന്നെ ഒന്ന് നിരത്തി കൊടുത്താൽ മതി. എന്നിട്ട് കുറച്ച് നമ്മൾ ആ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന റവയുടെ മിക്സും കൂടെ ഇതിലേക്ക് കുറച്ച് അല്പം ഒന്ന് തൂവി കൊടുക്കാം. എന്നിട്ട് അടുത്ത ലെയർ വെക്കണം. ഇതുപോലെ തന്നെ പത്തിരി ആദ്യം പാലിൽ മുക്കി പിന്നെ മുട്ട മിക്സിൽ മുക്കി ഇതിൻ്റെ മുകളിലേക്കായിട്ട് ഒന്ന് വെച്ച് കൊടുക്കണം. എന്നിട്ട് വീണ്ടും ഇതേപോലെ തന്നെ ലെയർ നമ്മൾ എത്ര പത്തിരി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ അതനുസരിച്ചിട്ട് നമുക്ക് ഇങ്ങനെ ലെയർ ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ മുകളിൽ ഈ മിക്സ് ഫില്ലിങ് ഇട്ട് കൊടുത്തു, വീണ്ടും ഇതുപോലെ പത്തിരി വെച്ചു, അങ്ങനെ ചെയ്തു കൊടുക്കണം.
എല്ലാം സെറ്റാക്കി റെഡിയാക്കിയിട്ടുണ്ട്. ഇനിയും ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് പഞ്ചസാര പൊടിച്ചതും കൂടി ഉണ്ടായിരുന്നു, അത് ഞാൻ തൂവി കൊടുത്തിട്ടുണ്ട്. മധുരമൊക്കെ ഞാൻ പറഞ്ഞു നേരത്തെ, ഇഷ്ടാനുസരണം വേണമെങ്കിൽ ചേർക്കാം. അപ്പം ഞാൻ കുറച്ച് പഞ്ചസാരയും കൂടെ ഇതിൻ്റെ മുകളിലേക്ക് തൂവി കൊടുത്തിട്ടുണ്ട്. ഇനിയും ഇത് ഒന്നടച്ച് ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഒന്ന് കുക്ക് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ നമ്മളുടെ മുട്ടയുടെ മിക്സും പാലും അവിടെ ഇരിപ്പുണ്ട്, ബാക്കി കുറച്ചും കൂടി ഉണ്ട്. അപ്പോൾ അത് നമുക്ക് 10 മിനിറ്റ് കഴിയുമ്പോൾ ഇതിൻ്റെ മൂടി ഒന്ന് തുറന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ബാക്കിയുണ്ടായിരുന്ന മുട്ട പാൽ മിക്സ് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കും. അടുപ്പ് ഓഫ് ചെയ്യൊന്നും വേണ്ട, അതിലേക്ക് തന്നെ ഒഴിച്ചു കൊടുത്തു. ഇത് ഒന്നടച്ചു വെച്ച് ഒരു 25-30 മിനിറ്റ് എടുക്കും ഇതൊന്ന് കുക്ക് ചെയ്ത്. ലോ ഫ്ലെയിമിൽ തന്നെ വച്ചാൽ മതി. നമുക്കിവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഞാൻ ആ നോൺ സ്റ്റിക്ക് പാത്രത്തിൽ നിന്ന് വേറൊരു പ്ലേറ്റിലേക്ക് ഡിമോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് കട്ട് ചെയ്ത് നമുക്ക് എടുക്കാം. കണ്ടില്ലേ, നല്ല ടേസ്റ്റാണ്. ആവശ്യത്തിന് മധുരവും ഒക്കെയുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള സോഫ്റ്റ് ചട്ടിപ്പത്തിരി തയ്യാർ. ചട്ടിപ്പത്തിരി കണ്ടല്ലോ, ഇഷ്ടപ്പെട്ടോ? ഉണ്ടാക്കി നോക്കണം കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് അറിയിച്ചോളൂ, മറക്കണ്ട. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമുക്കുടനെ കാണാം. താങ്ക് യു, ബൈ.